എല്ലാവർക്കും ക്രൂവിന്റെ മൈക്രോബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. മെയിനായിട്ട് നമ്മൾ നോക്കിയത് സ്റ്റെറിലൈസേഷന്റെയും ഡിസിൻഫെക്ഷന്റെയും ഒരു എസ്സേ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ട് എയർ ഓവൻ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോക്ലേവ് ആണ്. ഓട്ടോക്ലേവ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റെറിലൈസേഷൻ പറയുന്ന സമയത്ത് ഹീറ്റ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഡ്രൈ ഹീറ്റും മോയിസ്റ്റ് ഹീറ്റും. അതിൽ ഈ മോയിസ്റ്റ് ഹീറ്റിന്റെ പ്രിൻസിപ്പിൾ വെച്ചാണ് ഓട്ടോക്ലേവ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ആ ഓട്ടോക്ലേവിലേക്ക് കിടക്കാം. ജസ്റ്റ് ഈ പിക്ചർ ഒന്ന് കാണുക. ഇതൊരു ഓട്ടോക്ലേവിന്റെ പിക്ചർ ആണ്. അത് നമ്മൾ സ്റ്റീം സ്റ്റെറിലൈസർ എന്നുകൂടി വിളിക്കാറുണ്ട്. ഓക്കെ, അതിന്റെ എല്ലാം ഒന്നും നമുക്ക് അറിയണ്ട. ജസ്റ്റ് നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പേരുകളുണ്ട്. ഒരു പ്രഷർ ഗേജ്, സേഫ്റ്റി വാൽവ്, പിന്നെ ഓട്ടോക്ലേവിന്റെ ലിഡ്, പിന്നെ ഹാൻഡിൽസ്. അതൊന്നും വലിയ കാര്യമില്ല. പിന്നെ ഈ സ്റ്റീം റിലീസ് വാൽവ്, വാക്യൂം റിലീസ് വാൽവ്, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ പ്രഷർ ഗേജും സേഫ്റ്റി വാൽവും നമ്മൾ ഇനി അങ്ങോട്ട് പോകെ പോകെ പറയും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിനി ഈ എസ്സേക്ക് അല്ലെങ്കിൽ ഇതൊരു 5 മാർക്കിനാണ് സാധാരണ ചോദിക്കാറ്. അപ്പൊ അത് പറയുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു സ്ട്രക്ചർ ആണ്, എങ്ങനെ എഴുതി പോകണം. അപ്പൊ അത് നമ്മൾ പ്രിൻസിപ്പിൾ പറയും. പിന്നെ അതിന്റെ വർക്കിംഗ്, ടൈപ്സ്, യൂസസ്, സ്റ്റെറിലൈസേഷൻ കൺട്രോൾ, ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്കിത് നോക്കാനുള്ളതെന്ന് പറയുന്നത് ആദ്യം ഓട്ടോക്ലേവിന്റെ ഡെഫിനിഷൻ പറയാം. നമുക്ക് ഓട്ടോക്ലേവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്. ഇതിന്റെ ടെമ്പറേച്ചർ പറയുന്നുണ്ട് 180°C to 147°C. ഇത് നമ്മളുടെ സ്പോർസ് ഉൾപ്പെടെയുള്ള എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും കൊല്ലാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മൾ ഓട്ടോക്ലേവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരേണ്ടത്. ജസ്റ്റ് ഈ ടെമ്പറേച്ചർ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് അതിന്റെ പ്രിൻസിപ്പിൾ ആണ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ വാട്ടർ ബോയിലായി അതിന്റെ വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈക്വൽ ആകുമ്പോഴാണ് ഈ സ്റ്റെറിലൈസേഷൻ സ്റ്റാർട്ട് ആവുന്നത്. ഇനി ഇതൊരു ക്ലോസ്ഡ് ചേമ്പറിൽ വെച്ചിട്ട് പ്രഷറും ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ആവുന്ന സമയത്ത് ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സ്റ്റീം വരും. ഇതിന് ഒരു സ്ട്രോങ് പെനിട്രേഷൻ ഉണ്ട്. ഈ ഹീറ്റ് അല്ലെങ്കിൽ ഈ സ്റ്റീം വെച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ആക്ഷൻ നടക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് ഡ്രൈ ഹീറ്റിൽ പറയുന്നത് പോലെ ഇവിടെ ഒരു സ്റ്റീം, അതായത് മോയിസ്റ്റ് ഹീറ്റ് ആണ്. അതാണ് നമ്മൾ സ്റ്റീം എന്ന് പറയുന്നത്. ഈ സ്റ്റീം ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി നമ്മളൊരു ഇൻസ്ട്രുമെന്റിന്റെ ഉള്ളിൽ വെള്ളം ഇട്ട് തിളപ്പിച്ച് അതിന്റെ സ്റ്റീം പുറത്തേക്ക് വരണം. ആ സ്റ്റീം ആണ് ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന ആക്ഷൻ അല്ലെങ്കിൽ ഈ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടത്തുന്നത്. ഇനി അതിന്റെ ഒരു എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ സ്റ്റീം ഒരു കോൾഡ് ആയിട്ടുള്ള സർഫസിൽ വരുന്നത്, നമ്മൾ താഴത്തു നിന്നും വെള്ളം തിളച്ച് സ്റ്റീം വരുന്നു. അത് എന്ത് ചെയ്യും, ഒരു സർഫസിൽ തട്ടുന്ന സമയത്ത് അവിടെ വന്ന് വാട്ടർ കണ്ടൻസ് ആയിട്ട് അതിനകത്ത് നിന്ന് ലേറ്റന്റ് ഹീറ്റ് റിലീസ് ചെയ്യും. അങ്ങനെ അവിടുത്തെ ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഒരു സർഫസിലേക്ക് സ്റ്റീം വന്ന് തട്ടുമ്പോൾ അവിടെ എന്ത് പറ്റും, വെള്ളം വന്ന് കണ്ടൻസ് ആവും. അപ്പൊ ആ കണ്ടൻസ് ആവുന്ന സമയത്ത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ആ ഹീറ്റ് ട്രാൻസ്ഫർ ആകുമ്പോൾ അവിടെ ഒരു ടെമ്പറേച്ചർ റൈസ് ഉണ്ടായിട്ടാണ് ഈ സ്റ്റെറിലൈസേഷൻ നടക്കുന്നത്. പിന്നെ ഇതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളുടെ ഡ്രൈ ഹീറ്റ് പറഞ്ഞപ്പോൾ പറയായിരുന്നു ഹോട്ട് എയർ ഒരു ബാഡ് കണ്ടക്ടർ ആണ്. പക്ഷെ ഇവിടെ ഇത് കുറച്ചുകൂടി നല്ലൊരു കണ്ടക്ടർ ആണ്. അത് മാത്രമല്ല മോയിസ്റ്റ് ഹീറ്റ് മൈക്രോ ഓർഗാനിസത്തിനെ കുറച്ചുകൂടി എഫക്റ്റീവ്ലി നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് പറയാനുണ്ടെങ്കിൽ അതിന്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ആണ് പറയുന്നത്. സ്റ്റീം സ്റ്റെറിലൈസേഷന്റെ കേസിൽ പൊതുവെ 18°C to 147°C ആണ്. ഇനി ലിക്വിഡ്സിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുറവാണ്, ഒരു 126°C വരെ മതിയാവും. അത് വലിയ ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. ജസ്റ്റ് ഇതുകൂടി നോർത്ത് വെക്കുക. ലിക്വിഡിന്റെ കേസിലാണെങ്കിൽ ടെമ്പറേച്ചർ കുറച്ചുകൂടി കുറവായിരിക്കും. പിന്നെ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് സ്റ്റെറിലൈസ് ചെയ്യാം, ജസ്റ്റ് ഏതെങ്കിലും ഒരു 2 ഉപയോഗിക്കുക. നമ്മൾ എഴുതുന്ന സമയത്ത് ഏതെങ്കിലും ഒരു 2-3 കൂടി നമുക്ക് എഴുതാൻ പറ്റണം. ജസ്റ്റ് ഈ ഹെഡിങ് ആ ഒരു ഓർഡറിൽ പഠിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. ഡ്രസ്സിങ്സ്, ഇൻസ്ട്രുമെന്റ്സ്, ലാബ് ഗ്ലാസ് വെയർസ്, കൾച്ചർ മീഡിയ, ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസ്, ഇതൊക്കെ യൂസ് ചെയ്യാം. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു 3 ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഡ്രസ്സിങ്സും ഇൻസ്ട്രുമെന്റ്സും ലാബ് ഗ്ലാസ് വെയർസ് അങ്ങനെ പഠിച്ചു വെക്കുക, ഏതെങ്കിലും ഒരു 3. ഇനി അടുത്ത് പറയുന്നത് ഓട്ടോക്ലേവ്സിന്റെ ടൈപ്സ് ആണ് പറയുന്നത്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് പ്രധാനമായിട്ടും 4 ലബോറട്ടറി ഓട്ടോക്ലേവ് ഉണ്ട്, ഹോസ്പിറ്റൽ ഡ്രസ്സിംഗ് സ്റ്റെറിലൈസേഴ്സ് ഉണ്ട്, ബൗൾ ആൻഡ് ഇൻസ്ട്രുമെന്റ് സ്റ്റെറിലൈസേഴ്സ് ഉണ്ട്, റാപ്പിഡ് കൂളിംഗ് സ്റ്റെറിലൈസേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു 4 ടൈപ്പ് സ്റ്റെറിലൈസേഴ്സിന്റെ പേര് പറയുന്നുണ്ട്. ഇതെല്ലാം ഓട്ടോക്ലേവ്സ് ആണ്. ഏതെങ്കിലും ഒരു 2 ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇതിന്റെ പാർട്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ പിക്ചർ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഹൊറിസോണ്ടൽ സ്റ്റീൽ ചേംബർ ആണ്, അതിൻ്റെ ഒരു ലിഡ് ഉണ്ട്, പിന്നെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ആസ്ബസ്റ്റോസ് വാഷർ വെച്ചിട്ടാണ് അതിനെ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഡിസ്ചാർജ് ടാപ്പ് ഉണ്ട്, ഒരു പ്രഷർ ഗേജ് ഉണ്ട്, സേഫ്റ്റി വാൽവ് ഉണ്ട്. ഇത് 3 നമുക്ക് ഇനി
അങ്ങോട്ട് പറയുമ്പോൾ ആവശ്യം വരുന്ന ആൾക്കാരാ. ഓക്കെ. അപ്പം ഇതിനെ മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എല്ലാം ഒന്നും പഠിച്ചു വെക്കണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. ഇനി ഇതിന്റെ വർക്കിംഗ് ആണ് പറയുന്നത്. ആദ്യം നമ്മൾ ആ സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് വെള്ളമിടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ വെള്ളം തിളപ്പിക്കാൻ തുടങ്ങും. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതിന്റെ റാക്കിൽ കൊണ്ടുവന്ന് എന്തൊക്കെയാണോ സാധനങ്ങൾ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യേണ്ടത്, ആ സ്റ്റെറിലൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെ നമ്മൾ അവിടെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുക. അതായത് നല്ലൊരു എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിൽ. എന്നിട്ട് ലിഡ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഡിസ്ചാർജ് ടാപ്പ് ഓപ്പൺ ആക്കി പിടിക്കുക. എന്നിട്ട് സേഫ്റ്റി വാൽവിന്റെ പ്രഷർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ഈ ഡിസ്ചാർജ് ടാപ്പ് ഓപ്പൺ ആക്കി വെച്ചിട്ട് അതിനകത്ത് നിന്ന് എയർ എക്സ്പെൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതിനെ നമ്മളൊരു വെള്ളം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിനകത്തേക്ക് വെച്ചേക്കണം. അപ്പോൾ നമുക്ക് ബബിള് പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ബബിള് പുറത്തേക്ക് വരുന്നത് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ഒരു വെള്ളത്തിലേക്ക് ആ ട്യൂബ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ എവിടെ വെച്ചാണോ പുറത്തേക്ക് എയർ വരുന്നത് നിൽക്കുന്നത്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്ചാർജ് ടാപ്പ് ക്ലോസ് ആക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. വെള്ളം ഒഴിക്കുക, എന്ത് സാധനങ്ങൾ അറേഞ്ച് ചെയ്യുക, വെള്ളം ചൂടാക്കുക. ഈ ഡിസ്ചാർജ് ടാപ്പിലൂടെ അകത്തുള്ള എക്സ്ട്രാ എയറിനെ നമ്മൾ ഒരു ട്യൂബ് വഴി പുറത്തേക്ക് ഇടുവാണ്. അപ്പൊ ഈ ട്യൂബിനെ നമ്മൾ ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്കാണ് വെച്ചിരിക്കുന്നത്. കാരണം ഈ പോകുന്ന എയർ പോയി തീരുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ബബിൾസ് തീരുന്ന സമയത്ത് നമ്മൾ ഡിസ്ചാർജ് ടാപ്പ് ക്ലോസ് ചെയ്യും. അതായത് നമ്മളുടെ ഉള്ളിലുണ്ടായിരുന്ന എക്സ്ട്രാ എയർ ഒക്കെ പോയി. അത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ പ്രഷർ റൈസ് ആകും. എന്നിട്ട് ഈ പ്രഷർ റൈസ് ആയി നമുക്ക് ആവശ്യമുള്ള പ്രഷറിലേക്ക് ഇത് എത്തിക്കഴിയുമ്പോൾ നമ്മൾ അവിടുന്ന് ഹോൾഡിംഗ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നിന്നാണ് നമ്മൾ ഈ 1 മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഈ ടെമ്പറേച്ചർ റൈസ് ആയി വരാൻ എടുക്കുന്ന ടൈമിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല. നമുക്ക് ആവശ്യത്തിനുള്ള പ്രഷർ എത്തിക്കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ എക്സ്ട്രാ എയർ ഒക്കെ എക്സ്പെൽ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള പ്രഷർ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹോൾഡിംഗ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഹോൾഡിംഗ് പീരീഡ് സ്റ്റാർട്ട് ചെയ്ത് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മൾ ഹീറ്റ് ഓഫ് ആക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ കൂൾ ചെയ്യുന്നു. നമ്മൾ അതിന്റെ പ്രഷറിനെ നോർമലൈസ് ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മൾ അത് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, സാധാരണഗതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കുക, അതിനകത്ത് നമുക്ക് വേണ്ട ഇൻസ്ട്രുമെന്റ്സിനെ വെക്കുക, ചൂടാക്കുക, ലിഡ് ക്ലോസ് ചെയ്തിട്ട് വേണം ചൂടാക്കാൻ. എന്നിട്ട് ഡിസ്ചാർജ് ടാപ്പ് ഓപ്പൺ ആക്കി വെക്കുക. ബബിൾസ് നിൽക്കുന്ന സമയമാകുമ്പം ഡിസ്ചാർജ് ടാപ്പ് ക്ലോസ് ചെയ്യുക. അവിടുന്ന് നമ്മൾ ഹോൾഡിംഗ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യും. ഹോൾഡിംഗ് പീരീഡ് ആ 1 മണിക്കൂറാണോ അല്ലെങ്കിൽ 2 മണിക്കൂറാണോ, അത് കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനകത്തുള്ള പ്രഷർ റിലീസ് ചെയ്യുന്നു. ടെമ്പറേച്ചറും താഴ്ന്നു കഴിയുമ്പോഴാണ് നമ്മളത് തുറക്കുന്നത്. അടുത്തത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ടാപ്പ് വളരെ സ്ലോയിലി തുറക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തുറക്കരുതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പെട്ടെന്ന് ഈ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുന്ന സമയത്ത് വെള്ളം ചിലപ്പോൾ പുറത്തേക്ക് തെറിച്ചു പോകാം, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ വളരെ സാവധാനത്തിൽ അല്ലെങ്കിൽ നല്ലപോലെ ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് ഡിക്രീസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അതായത് നമ്മളുടെ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞാലും ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല? തുറക്കില്ല. ഇനി അടുത്തത് ഇതിന്റെ കുറച്ച് ഡിഫക്ട്സ്, അതായത് സിമ്പിൾ ഓട്ടോക്ലേവിന്റെ ഡിഫക്ട്സ് ആണ് പറയുന്നത്. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എയർ റിമൂവ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പിന്നെന്ന് പറയുന്നത് അത് ഇൻഎഫിഷ്യന്റ് ആയിട്ടായിരിക്കും നടക്കുന്നത്. പിന്നെ അതിനകത്ത് ഡ്രൈയിങ് ഫെസിലിറ്റീസ് ഇല്ല. പിന്നെ സ്ലോ ആയിട്ടായിരിക്കും കൂളിംഗ്. അതായത് നമ്മളൊരു സാധാരണ ഓട്ടോക്ലേവിന്റെ കേസാണ് പറയുന്നത്. അതായത് എയറിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് സംവിധാനമില്ല. പിന്നെ അതായത് കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഡ്രൈയിങ് ഫെസിലിറ്റി ഇല്ല. പിന്നെ കൂളിംഗ് വളരെ സ്ലോ ആയിട്ടായിരിക്കും നടക്കുന്നത്. എന്നാൽ മോഡേൺ ഓട്ടോക്ലേവിൽ വരുമ്പം കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. എന്ന് പറയുമ്പോൾ അവിടെ എയർ ഡിസ്പ്ലേസ്മെന്റ് എഫിഷ്യന്റ് ആയിട്ട് നടക്കും. പിന്നെ പ്രീ വാക്യൂം ആൻഡ് പോസ്റ്റ് വാക്യൂം സൈക്കിൾസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇതിന് കുറച്ചൊരു ഫാസ്റ്റർ കൂളിങ്സ് പോസിബിൾ ആണ്. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് കൺട്രോൾസ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഇത് നമ്മൾ കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഓട്ടോക്ലേവ് ആണ്. ഇത് നമ്മൾ മാറി മോഡേൺ ആയി, അതാണ് വ്യത്യാസം പറയുന്നത്. സിമിലർ ആയിട്ട് ഓർത്ത് വെക്കുക, നമ്മൾ സാധാരണ ഒരു കുക്കറൊക്കെ ചൂടാക്കി വെക്കുന്നത് പോലെയാണ് പഴയ ഓട്ടോക്ലേവ്. അതായത് എയർ റിമൂവ് ചെയ്യുന്നതിനാണെങ്കിലും അതിനകത്തുള്ള സാധനങ്ങൾ ഡ്രൈ ചെയ്യുന്നതിനാണെങ്കിലും കൂളാക്കുന്നതിനാണെങ്കിലും പ്രത്യേകിച്ച് സംവിധാനങ്ങളൊന്നുമില്ല. ഇതിനെല്ലാം സമയമെടുക്കും. മോഡേൺ ആകുമ്പോൾ കുറച്ചുകൂടിയൊക്കെ അഡ്വാൻസ്ഡ് ആയിരിക്കും. അടുത്തതെന്ന് പറയുന്നത് സ്റ്റെറിലൈസേഷൻ കൺട്രോൾ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതേപോലെ ഇവിടെയും ഒരു ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ നമുക്ക് കെമിക്കൽ ഇൻഡിക്കേറ്റർ എന്നും പറയാം, കെമിക്കൽ അല്ലാത്ത ഇൻഡിക്കേറ്ററും ഉണ്ട്. അപ്പം നമുക്ക്
ഒരു ബയോളജിക്കൽ, കെമിക്കൽ, പിന്നെ അതർ ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനെ 3 രീതിയിൽ പറയാം. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് പറയുമ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് ബാസിലസ് സ്റ്റീരിയോ തെർമോഫിലസിന്റെ സ്പോർസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിനൊരു 12 മിനിറ്റ് 121 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയാൽ നമുക്കിതിനെ കൊല്ലാൻ പറ്റും. ഓക്കെ, ഇതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ബാസിലസ് സ്റ്റീരിയോ തെർമോഫിലസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ സ്പോർസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു 12 മിനിറ്റ് 121 ഡിഗ്രി സെൽഷ്യസ് മതി. ഓക്കെ, ഇനി അടുത്ത പറയുന്ന അതർ ഇൻഡിക്കേറ്റേഴ്സിൽ നമ്മൾ പറഞ്ഞ കെമിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ബ്രൗൺസ് ട്യൂബ് ഉണ്ട്, പിന്നെ ഓട്ടോക്ലേവ് ടേപ്സ് ഉണ്ട്, തെർമോകപ്പിൾസ് ഉണ്ട്. ബ്രൗൺസ് ട്യൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രീൻ സ്പോട്ട്സ് ആണ് ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് ഓട്ടോക്ലേവ് ടേപ്സ്, തെർമോകപ്പിൾസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു ബോക്സ് ഒന്ന് നോട്ട് ചെയ്യുക. സ്റ്റെറിലൈസേഷൻ ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലീനിങ്. ഓൾ ഇൻസ്ട്രുമെന്റ്സ് മസ്റ്റ് ബി ക്ലീൻഡ് ബിഫോർ ഓട്ടോക്ലേവിംഗ്. നമ്മൾക്ക് ഏതൊരു സാധനവും ഓട്ടോക്ലേവ് ചെയ്യുന്നതിന് മുന്നേ അതിനെ ക്ലീൻ ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ക്ലീൻ ചെയ്യേണ്ട ഐറ്റംസിനെ ക്ലീൻ ചെയ്യാതെ അതിനകത്ത് ഇട്ടാൽ സ്റ്റെറിലൈസേഷൻ കറക്റ്റ് ആയിട്ട് നടക്കില്ല. നമ്മൾ എല്ലാ ഇൻസ്ട്രുമെന്റും ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രം സ്റ്റെറിലൈസേഷന് വിധേയമാക്കുക. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു സ്റ്റെറിലൈസർ അല്ലെങ്കിൽ ഓട്ടോക്ലേവ് അല്ലെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസർ. അതിന്റെ ഒരു പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കണ്ടു വെച്ചേക്കുക. നമ്മൾ നേരത്തെ ആദ്യം കണ്ട പിക്ചർ തന്നെയാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഈ പ്രഷർ ഗേജ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ സേഫ്റ്റി വാൽവ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതിനകത്ത് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് എയർ നമ്മൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതിന്റെ ഡിസ്ചാർജ് ടാപ്പ് ഓപ്പൺ ആക്കും. എയർ പുറത്തേക്ക് പോകും. എയർ പുറത്തേക്ക് പോയി ബബിൾസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ബബിൾ ഉണ്ടാകുന്നത് നിർത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ ഡിസ്ചാർജ് ടാപ്പ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ആ ഒരു ഡിസൈഡ് പ്രഷറിൽ എത്തിക്കഴിയുമ്പം സ്റ്റെറിലൈസേഷന്റെ ഹോൾഡിംഗ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ആ പ്രിൻസിപ്പിൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞ മെയിൻ പോയിന്റ്സ് ഒന്നുകൂടി ഒന്ന് നോക്കാം. ഓട്ടോക്ലേവ് ആണ് പറഞ്ഞത്, ഓട്ടോക്ലേവിന്റെ സ്ട്രക്ചർ പറഞ്ഞു. പിന്നെ നമ്മളൊരു അതിന്റെ ടെമ്പറേച്ചറും, അതായത് നമ്മൾ എന്ത് എഴുതി തുടങ്ങിയാലും ആദ്യം മുതൽ നമുക്കൊരു 2 വരി എഴുതാൻ വേണം. അതാണ് ഈ ഒരു സ്ലൈഡിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ അതിന്റെ പ്രിൻസിപ്പിൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അതായത് നമ്മൾ ഈ സ്റ്റീം എങ്ങനെയാണ് പോയി ഒരു സർഫസിൽ പോയി അതിന്റെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെമ്പറേച്ചർ പറഞ്ഞു, ഏതൊക്കെ മെറ്റീരിയൽ സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഒരു ടൈപ്സ് ഓഫ് ഓട്ടോക്ലേവ് പറഞ്ഞു. അതിനകത്തൊരു 3 എണ്ണം അല്ലെങ്കിൽ ഒരു 2 എണ്ണം നമുക്ക് എഴുതാനുണ്ടായിരിക്കണം. എഴുതുന്ന ക്വസ്റ്റ്യനകത്ത് ഏതെങ്കിലും ഒരു 2 എണ്ണം മെൻഷൻ ചെയ്യണം. പിന്നെ അതിന്റെ പാർട്സ് പറഞ്ഞു. പിന്നെ നമ്മൾ അതിന്റെ വർക്കിംഗ് പറഞ്ഞു. ഏകദേശം ഒരു 8-9 സ്റ്റെപ്പിൽ തീരുന്ന ഒരു പരിപാടിയാണ്. അതിനകത്ത് നിന്ന് ആ ആദ്യത്തെ ഒരു 8 സ്റ്റെപ്പ് നന്നായിട്ടൊന്ന് പഠിക്കുക. 9ാമത്തെ സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് എഴുതിയിരിക്കുന്നത്, അത് നമുക്ക് കാര്യമില്ല. 8 സ്റ്റെപ്പ് നന്നായിട്ടൊന്ന് വായിക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേജ് അല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, പെട്ടെന്ന് തുറന്നാൽ സ്പില്ലേജ് ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിഫക്റ്റും പറഞ്ഞു, മോഡേണിന്റെ ഫീച്ചറും പറഞ്ഞു. ജസ്റ്റ് ഒന്ന് അറിയാം. സ്റ്റെറിലൈസേഷൻ കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബയോളജിക്കലി പറയുമ്പോൾ ബാസിലസ് സ്റ്റീരിയോ തെർമോഫിലസ് ആണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ ബ്രൗൺ ട്യൂബ്, ഓട്ടോക്ലേവ് ടേപ്പ്, തെർമോകപ്പിൾസ് അതും യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. ഓട്ടോക്ലേവ് ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും നന്നായിട്ട് വായിക്കുക. താങ്ക് യു.